ഉപനിഷദ് ദർശനത്തിലെ പല തത്വങ്ങളുടെയും ജ്യാമിതീയ രൂപമാണ് ത്രികോണം. അതുകൊണ്ട് ത്രികോണത്തിന് ആധ്യാത്മികമായ ഒരു മാനമുണ്ട്. ആധ്യാത്മികമായ ചിഹ്നവും ആധ്യാത്മികമായ പ്രതീകവുമായി ത്രികോണ സങ്കല്പം വർത്തിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെ അതിൻ്റെ 3 കോണുകളും പ്രതിനിധാനം ചെയ്യുന്നു. അതോടെ ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ പൂർത്തീകരണം ത്രികോണ സങ്കല്പം കൊണ്ട് സാധ്യമാകും. വേദാന്തത്തിലെ സത്വരജസ് തമസ്സുകളെയും ത്രികോണം പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിലെ ത്രിദോഷ സങ്കല്പം, വാത, പിത്ത, കഫങ്ങൾ ഇവയെയും പ്രതിനിധാനം ചെയ്യാനുള്ള, ധ്വനിപ്പിക്കാനുള്ള ധ്വനന സാമർഥ്യം ത്രികോണ സങ്കല്പത്തിന് കൈവന്നിട്ടുണ്ട്. ഇങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും ത്രികോണ സങ്കല്പത്തിന് മതപരമായ ഒരു വശമുണ്ട്, ദാർശനികമായ ഒരു വശമുണ്ട്, സാമൂഹികമായ ഒരു വശമുണ്ട്, ആധ്യാത്മികമായ ഒരു വശമുണ്ട്. അതുകൊണ്ട് ത്രികോണം പ്രപഞ്ചത്തിലെ സർവ്വസുഖങ്ങളെയും മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായ സ്വസ്ഥതകളെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നതാണ് ത്രികോണത്തിൻ്റെ ആകൃതിപരവും അതിൻ്റെ സങ്കല്പപരവുമായ ധന്യത. നീലനിറം അപാരതയെ സൂചിപ്പിക്കുന്നു. എവിടെ അപാരതയുടെ അന്ത്യം അല്ലെങ്കിൽ അനന്തതയുടെ അവസാനം, അനന്തതയുടെ സമാപനം എവിടെ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം നീലനിറം ഉണ്ടായിരിക്കും. അതീതമായ ദർശനത്തിൻ്റെയും ക്രാന്തദർശിത്വത്തിൻ്റെയും അതുപോലെയുള്ള മറ്റ് എല്ലാത്തരം അതീതമായ കാഴ്ചകളുടെയും അതിനു പുറമെ ഭൂമിയുടെ ഉർവരതയുടെയും കാർഷിക വൃത്തിയുടെയും ചിഹ്നമാണ് നീലനിറം. അപ്പം നീലനിറത്തിന് ഒരു സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സർവ്വരംഗങ്ങളിലുമുള്ള സമൃദ്ധിയുടെ ചിഹ്നമാകാൻ ധ്വനനപരമായ സാമർഥ്യം കൈവന്നിട്ടുണ്ട്. മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നീലനിറം കറുപ്പ് നിറമായും, ശ്യാമം എന്ന് പറഞ്ഞാൽ നീലനിറമെന്നും അർത്ഥമുണ്ട്, കറുത്ത നിറമെന്നും അർത്ഥമുണ്ട്. അപ്പം മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ സങ്കല്പങ്ങളെല്ലാം നീലനിറവുമായും കറുപ്പ് നിറവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷ്ണൻ കറുത്ത നിറമുള്ളയാളാണ്. കൃഷ്ണ ശബ്ദത്തിൻ്റെ ആകാരാന്തം സ്ത്രീലിംഗം പ്രഥമ ഏകവചനമാണ്. ദ്രൗപദിയുടെ യഥാർത്ഥമായ പേര് കൃഷ്ണ എന്നാണ്. കറുത്ത നിറമാണ്. രചയിതാവായ മഹാഭാരതത്തിൻ്റെ രചയിതാവായ വ്യാസൻ്റെ പേരും കൃഷ്ണൻ എന്നാണ്. മഹാഭാരതത്തിലെ ഒരിക്കലും ധർമ്മപുത്രർക്ക് ഒരു പ്രാവശ്യമെങ്കിലും അസത്യം പറയേണ്ടി വന്നിട്ടുണ്ട്. മഹാഭാരതത്തിൽ അസത്യമേ പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് ധനുർധരന്മാരിൽ ഏറ്റവും പ്രഗത്ഭൻ എന്ന് സങ്കല്പിച്ചിട്ടുള്ള അർജുനൻ. ആ അർജുനനും കറുത്ത നിറമാണ്. അർജുനൻ എന്ന വാക്കിന് വെള്ള നിറമെന്ന് സാന്ദർഭികമായ അർത്ഥമുണ്ടെങ്കിലും അർജുനൻ്റെ ശരീരത്തിൻ്റെ നിറം കറുത്തത് എന്നാണ് വ്യാസൻ സങ്കല്പിച്ചിരിക്കുന്നത്. പിന്നത്തേത് സൃഷ്ടാവായ മഹാഭാരതത്തിൻ്റെ മഹാഭാരതം എന്ന് പറയുന്ന മഹത്തായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ വ്യാസൻ്റെ വർണ്ണം തന്നെ, അതും കറുത്ത നിറമാണ്. മഹാഭാരത രചനയുടെ സാമഗ്രികൾ പൂർത്തിയായപ്പോൾ വ്യാസന് അതെങ്ങനെയാണ് ആവിഷ്കരിക്കേണ്ടത് എന്ന ഒരു രചനാപരമായ പ്രശ്നം നേരിട്ടു. ഈ സമയത്ത് ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു നിർദ്ദേശം കൊടുത്തു. നീ മഹാഗണപതിയെ ധ്യാനിക്കുക എന്നതായിരുന്നു ആ നിർദ്ദേശം.
ആദ്യം തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് എഴുതിച്ചാലോ എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അപ്പോൾ അതിലൊരു തീരുമാനം എടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അദ്ദേഹത്തിന് സ്വീകാര്യമായി തോന്നി. അങ്ങനെ അദ്ദേഹം വ്യാസൻ മഹാഗണപതിയെ ധ്യാനിക്കുകയും ഗണപതി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എങ്കിലും ഒരു കൃതി എഴുതുന്നതിന് തന്നെ ക്ഷണിച്ചതിലുള്ള ധൈഷണികമായ ഒരു നീരസം ഗണപതിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വ്യാസനോട് പറഞ്ഞു, ഞാൻ ഓലയിൽ നാരായം തൊടുത്താൽ ഇടയ്ക്ക് എൻ്റെ നാരായം വിശ്രമിക്കുകയില്ല. അപ്പം നാരായം ചലിക്കുന്നതനുസരിച്ച്, അത് എഴുത്തിൻ്റെ പ്രവേഗത്തിനനുസരിച്ച് ശ്ലോകങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് വെച്ച് നാരായത്തിൻ്റെ വേഗത്തിൽ ശ്ലോകങ്ങൾ രചിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ എഴുത്തു നിർത്തി ഞാൻ എൻ്റെ കാര്യത്തിന് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസൻ പറഞ്ഞു, അങ്ങ് ഒരു വ്യവസ്ഥ വെച്ചല്ലോ എൻ്റെ മുമ്പിൽ, അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു വ്യവസ്ഥ വയ്ക്കാനുള്ള അവകാശമുണ്ട്. ശരി, അങ്ങയുടെ വ്യവസ്ഥ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസൻ പറഞ്ഞു, ഞാൻ ഉരുവിടുന്ന, ചൊല്ലുന്ന, രചിക്കുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ അങ്ങ് എഴുതാൻ പാടില്ല എന്നതായിരുന്നു ആ വ്യവസ്ഥ. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ആ ധൈഷണികമായ മത്സരം ഈ രണ്ട് വ്യവസ്ഥകളും ചേർന്ന് നിഷ്കാസിതമായി. അപ്പോൾ ഗണപതി ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞോളൂ, ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാഭാരത രചനയുടെ പ്രാരംഭത്തിൽ ഇങ്ങനെ ഒരു ധൈഷണികമായ മത്സരമുണ്ട്. ഈ ധൈഷണികമായ മത്സരത്തിനെ ഒരു ഈഗോ പ്രോബ്ലം എന്ന രീതിയിൽ എന്ന് വ്യാഖ്യാനിക്കാൻ ഒക്കില്ല. അല്ല, എനിക്ക് തോന്നുന്നത്, എനിക്കൊരു സംശയം തോന്നുന്നതിനകത്ത് ഇത് ഈഗോ പ്രോബ്ലത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് ഈ വളരെ സാഹിത്യ ഭംഗിയുള്ളൊരു കൃതി എന്നതിനേക്കാൾ ഉപരി ഇതിൽ അന്തർലീനമായ പല അർത്ഥതലങ്ങളുണ്ട് എന്ന് വായനക്കാരെ ഓർമ്മിപ്പിക്കാനുള്ളൊരു രചനാപരമായ ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈഗോ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഈഗോ നശിച്ചവരാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തെ കീഴടക്കിയതിന് ശേഷമാണ്, അഹങ്കാരം കീഴടങ്ങാതെ ആർക്കും ജ്ഞാനിയാകാൻ സാധ്യമല്ല. ഗണപതി എന്ന സങ്കല്പം തന്നെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുടെ പ്രതിബിംബവും പ്രതീകവുമാണ്. അതുകൊണ്ടാണ് ആനയുടെ തലയാണ് ഗണപതിക്ക് എന്ന് വന്നത്. ആനയുടെ കാലുകളില്ല ഗണപതിക്ക്, ആനയുടേതുമാതിരിയുള്ള കൈകളില്ല, ആനയുടേതുപോലെയുള്ള ഭക്ഷണം പിന്നീട് കഥകളിൽ, പുരാണങ്ങളിൽ വന്നു ചേർന്നതാണ്, ഇതിഹാസത്തിൻ്റെയോ വേദത്തിൻ്റെയോ കാലത്തില്ല. അപ്പോൾ വലിയ തല എന്നത് മസ്തിഷ്കത്തിൻ്റെയും ചിന്തയുടെയും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും വിവേചനത്തിൻ്റെയും പ്രതീകമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ജ്ഞാനാവാപ്തി സിദ്ധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അഹങ്കാരത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അഹങ്കാരമുള്ളതായി നടിക്കും. പക്ഷെ മാഷ്, ഈ വ്യാഖ്യാനം നമ്മുടെ ഇന്നത്തെ ഈഗോസെൻട്രിക് ആയിട്ടുള്ള ഒരു സമൂഹത്തിന്, മനുഷ്യന് എത്രത്തോളം മനസ്സിലാകും, ഉൾക്കൊള്ളും? അത് അവർക്കത് ഉൾക്കൊണ്ടിട്ടില്ല പലരും. അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് ഇതിഹാസം എന്താണ് എന്നവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതിഹാസ രചനയുടെ ഉദ്ദേശം എന്താണ്? ഇതിഹാസ രചനയുടെ ലക്ഷ്യം എന്താണ്? ഇതിഹാസ രചന ഒരു കഥാരചനയാണോ? ഇതിഹാസ രചന ഒരു സാഹിത്യകൃതിയുടെ രചനയാണോ എന്നതിനെ സംബന്ധിച്ച് നിയതമായ ഒരു ബോധം നമ്മുടെ വായനക്കാർക്കും നമ്മുടെ സാഹിത്യ നിരൂപകന്മാർക്കും ചിന്താ വിമർശകന്മാർക്കും ദാർശനികന്മാർക്കും മഹാഭാരത പഠേതാക്കൾക്കും ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിഹാസത്തിന് നിയതമായ ഒരു നിർവചനമുണ്ട്, നിയതമായ ലക്ഷണമുണ്ട്, നിയതമായ ലക്ഷ്യമുണ്ട്, നിയതമായ അർത്ഥസങ്കല്പമുണ്ട്, നിയതമായ ദർശനമുണ്ട് അതിന് പിന്നിൽ. ഈ എപ്പിക് എന്ന് പറയുന്ന പ്രയോഗവും ഇതിഹാസം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ സമാന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. മഹാഭാരതമൊക്കെ എപ്പിക്കാണ്, രാമായണം എപ്പിക്കാണെന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ എപ്പിക്കും ഇതിഹാസവും തമ്മിലുള്ള
വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ രണ്ടും ഒന്നാണോ? ഈ ബെന്നിയുടെ ചോദ്യത്തിന് ഒരു ഉപചോദ്യം കൂടി. ഈ പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ഈ എപ്പിക്കും ഇതിഹാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇതിഹാസത്തിന് ഇംഗ്ലീഷിലൊരു ഒരു ട്രാൻസ്ലേഷൻ, അതിന് പകരം വെക്കാവുന്ന ഒരു വാക്ക് ഇനിയും കണ്ടെത്താനിരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ എപ്പിക്കും ഇതിഹാസവും തമ്മിലുള്ള വ്യത്യാസം പോലെ പുരാണവും ഇതിഹാസവും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൂടി ഒന്ന് വിശദീകരിച്ചാൽ. ഇത് പാശ്ചാത്യ പണ്ഡിതന്മാർ പറഞ്ഞു വരുത്തിയ അല്ലെങ്കിൽ അവരുടെ ധാരണയിൽ നിന്ന് നമ്മുടെ പിൽക്കാലത്തെ അവരുടെ ശിഷ്യന്മാരായ ആളുകൾക്കുണ്ടായതാണ് ഈ ഇതിഹാസവും എപ്പിക്കും. ഇതിഹാസത്തിന് തത്തുല്യമായ നമ്മുടെ ഭാഷയിലെ പദം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലെ പദം മഹാകാവ്യം എന്നതാണ്. മഹാകാവ്യം എന്ന ഒരു രചനയെ യൂറോപ്യൻ സംസ്കാരത്തിൽ പ്രാചീനമായിട്ടുള്ളൂ. അതല്ലാതെ വേറെ രചനകളൊന്നും യൂറോപ്യൻ സംസ്കാരത്തിലില്ല. ഇലിയഡ്, ഒഡിസി, ഇതൊക്കെ ഇലിയഡിനെയും ഒഡീസിയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങൾ എന്ന നിലയിലല്ലാതെ എപ്പിക് എന്ന നിലയിൽ അവർ കാണാനുള്ള കാരണം അവർക്ക് ഈ രണ്ട് കൃതികളിലുള്ള പരിചയമാണ്. ഇത് രണ്ടും മഹാകാവ്യങ്ങളാണ്. മഹാകാവ്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു കഥയെടുത്ത് രസകരമായിട്ട് ആഖ്യാനാത്മകമായിട്ട് ആവിഷ്കരിക്കുക എന്നതാണ് മഹാകാവ്യത്തിൻ്റെ ലക്ഷണം. അതിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. അപ്പോൾ ഇലിയഡിനെയും ഒഡീസിയെയും പഠിച്ച സാംസ്കാരികമായ മാനസിക അവസ്ഥയുമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരിചയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് മാക്സ് മുള്ളർ തുടങ്ങിയിട്ടുള്ള, ഓൾഡൻബെർഗ് തുടങ്ങിയിട്ടുള്ള ജർമ്മൻ പണ്ഡിതന്മാർ നമ്മുടെ ഇതിഹാസങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ഹോമറെ പഠിച്ചതിൻ്റെ പരിചയവും ഹോമറെ പഠിച്ചതിൻ്റെ പരിമിതിയും ഒരു പരിമിതിയും അതിൻ്റെ ഒരു നിർവചനത്തിൻ്റെ അവസ്ഥയുമാണ് അവരുടെ മനസ്സിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വൈൻഡ് ചെയ്യപ്പെട്ടതാണ് അവരുടെ മനസ്സും അവരുടെ ചിന്തയും. മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പോൾ ഭാരതത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് പോലെയുള്ളൊരു ദർശനവും അവർക്ക് അപരിചിതമാണ്. ഇപ്പോൾ മാക്സ് മുള്ളർക്കോ അല്ലെങ്കിൽ ഓൾഡൻബെർഗിനോ പിന്നീട് വന്ന എ.ബി. കീത്ത് തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർക്കോ ഭാരതത്തിൻ്റെ ദർശനത്തിൽ ഉള്ള അറിവ് വളരെ പരിമിതമാണ്. ഇപ്പോൾ മഹാകാവ്യം എന്നത് ഹോമർ തന്നെ പറയുന്നത് പെല്യൂസിൻ്റെ പുത്രനായ അക്കിലീസിൻ്റെ വീര്യപൂർണവും സാഹസം നിറഞ്ഞതുമായ കഥ ആഖ്യാനം ചെയ്യുകയാണ് എൻ്റെ ഉദ്ദേശ്യം എന്ന് അദ്ദേഹം കഥാരംഭത്തിൽ വളരെ വ്യക്തമായി ഇലിയഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊരു ദേശചരിത്രം കൂടി വരും. അതുകൊണ്ടാണ് അതിന് ഇലിയഡ് എന്ന് പേരിട്ടത്. ഇലിയം എന്നത് പ്രാചീന ഗ്രീസിൻ്റെ അന്നത്തെ പേരാണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് നമ്മൾ ഇന്ന് പറയുകയും പ്രാചീനമായ നാമം ഭാരതം എന്നാണല്ലോ. ഇതുപോലെ തന്നെ ഗ്രീസിൻ്റെ പുരാതനമായ പേര്, ഓൾഡ് ഗ്രീക്കിലുള്ള പേര് ഇലിയം എന്നാണ്. അപ്പോൾ ഇലിയത്തെ സംബന്ധിക്കുന്ന, അതിൻ്റെ ചരിത്രത്തെ സംബന്ധിക്കുന്ന, ഇലിയത്തിലെ രാജാക്കന്മാരുടെയും ജനനേതാക്കന്മാരുടെയും കഥയായതുകൊണ്ടാണ് അതിന് ഇലിയഡ്, ഇലിയത്തെ സംബന്ധിക്കുന്നത് ഇലിയഡ് എന്നർത്ഥത്തിൽ ആ പേര് വന്നത്. അപ്പോൾ ഇതിഹാസത്തിലുള്ളതുപോലെ തന്നെ ഒരു ദേശചരിത്രം അതിൻ്റെ പിന്നിലുണ്ട്. ഇതിഹാസത്തിലുള്ളതുപോലെ തന്നെ രാജാക്കന്മാരുടെ കഥയാണ് അതിലും പ്രവചനം ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സാദൃശ്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ദർശനത്തിൻ്റെ, ഇതിഹാസത്തിൻ്റെ പിന്നിലുള്ള ദർശനത്തിൻ്റെ ഘടകങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ഇതിഹാസം മഹാകാവ്യമാണ് എന്ന് യൂറോപ്യന്മാരായ പണ്ഡിതന്മാരും വിമർശകന്മാരും ധരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇത് രണ്ടും എപ്പിക്കാണ് എന്നവർ ധരിച്ചത്. ഇത് രണ്ടും എപ്പിക്കല്ല. എപ്പിക്കിന് തത്തുല്യമായി നമ്മുടെ ഭാഷയിലും സംസ്കാരത്തിലും അല്ലെങ്കിൽ ഭാരതത്തിലുമുള്ളത് കാളിദാസൻ്റെ കൃതികളാണ്. രഘുവംശം എപ്പിക്കാണ്, കുമാരസംഭവം എപ്പിക്കാണ്, മാഘൻ്റെ ശിശുപാലവധം എപ്പിക്കാണ്, ഭാരവി എന്ന മഹാകവിയുടെ കിരാതാർജുനീയം എപ്പിക്കാണ്. നമ്മുടെ മലയാള ഭാഷയിലേക്ക് വന്നാൽ ഉള്ളൂരിൻ്റെ ഉമാകേരളം എപ്പിക്കാണ്, മഹാകാവ്യമാണ്. കെ.സി. കേശവരുടെ കേശവീയം മഹാകാവ്യമാണ്. ഇതിനെയൊക്കെ ഇതിഹാസം എന്ന് പറയാൻ പാടില്ലാത്തതുപോലെ മഹാഭാരത രാമായണങ്ങളെ കാവ്യം, മഹാകാവ്യം എന്നും പറയാൻ പാടില്ല. പക്ഷേ ഇതിന് ആന്തരികമായിട്ട് ചില തെളിവുകൾ ലഭ്യമാണ്. രാമായണത്തെ കാവ്യം, രാമായണം കാവ്യമാണ് എന്ന് വാൽമീകി തന്നെ പറയും. അതുപോലെ മഹാഭാരതം കാവ്യമാണെന്ന് വ്യാസനും പറയും മഹാഭാരതത്തിലെ.
പക്ഷെ അങ്ങനെ പറയുന്നത് അതിന് കാവ്യാത്മകതയുള്ളത് കൊണ്ടാണ്. മനുഷ്യ വികാരങ്ങളുടെയും മനുഷ്യഹൃദയത്തിലെ സ്തോഭങ്ങളുടെയും വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ചിന്തകളുടെയും ഒക്കെ ആവിഷ്കാരമായതുകൊണ്ടാണ് അതിനെ കാവ്യമെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിഹാസത്തിൽ കാവ്യവുമുണ്ട്, ഇതിഹാസത്തിൽ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും പ്രപഞ്ചനമുള്ളതുകൊണ്ട് അതിൽ സാഹിത്യവുമുണ്ട്. ഇപ്പോൾ സാഹിത്യമായതുകൊണ്ട് അതിനെ കാവ്യമെന്നോ മഹാകാവ്യമെന്നോ വിളിക്കാം. പക്ഷേ അത് മഹാകാവ്യവുമല്ല കാവ്യവുമല്ല. അങ്ങനെ വിളിച്ചാലും സാർത്ഥകമാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാകും. ഒന്നിടപെട്ടോട്ടെ. അങ്ങ് ഈ ഇതിഹാസത്തെക്കുറിച്ചുള്ള നിർവചനത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസരത്തിൽ വളരെ ആകാവുന്ന വിവാദപരമായ ഒരു പ്രസ്താവന അങ്ങ് നടത്തി. അത് മാക്സ് മുള്ളറെ കുറിച്ചാണ്. മോക്ഷമൂലൻ എന്ന് സംസ്കൃതീകരിച്ച പേര് പോലുമുള്ള മാക്സ് മുള്ളർ മഹാഭാരതം ഉൾപ്പെടെയുള്ള ഇതിഹാസങ്ങൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന ഒരു ആരോപണ സ്വഭാവമുള്ള ഒരു പ്രസ്താവനയാണ് അങ്ങ് നടത്തിയത്. അത് എത്രത്തോളം ശരിയാണ്? അത് ആരോപണമല്ല, അതൊരു വസ്തുതയാണ്. വസ്തുത ഇല്ലാതെ വരുമ്പോഴാണ് ആരോപണമാകുന്നത്. അപ്പോൾ അതിനകത്ത് ആരോപണമൊന്നുമില്ല, അതൊരു വസ്തുതയാണ്. അദ്ദേഹത്തിന് സംസ്കൃത ഭാഷ ഉച്ചരിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഈ അദ്ദേഹം എഴുതിയിട്ടുള്ള മഹത്തായ കൃതികളൊക്കെ രചിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് സംസ്കൃത ഭാഷ എങ്ങനെയാണ് ഉച്ചാരണ അവയവങ്ങൾ കൊണ്ട് മനോഹരമായി ഉച്ചരിക്കേണ്ടത് എന്നറിഞ്ഞുകൂടായിരുന്നു അദ്ദേഹത്തിന്. വിവേകാനന്ദ സ്വാമികൾ ലണ്ടനിൽ ചെന്ന് അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വിവരം വിവേകാനന്ദ സ്വാമികളോട് പറയുന്നത്. അങ്ങനെ വിവേകാനന്ദ സ്വാമികളാണ്, അപ്പോൾ നോക്കി പഠിക്കുകയാണ്, വിവേകാനന്ദ സ്വാമികളാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മധുരഗംഭീരമായ ശബ്ദത്തിൽ ഇതിഹാസത്തിലെയും അതുപോലെ തന്നെ വേദത്തിലെ മന്ത്രങ്ങളാണ് അദ്ദേഹം ഉച്ചരിച്ച് കേൾപ്പിച്ചു കൊടുത്തത്. വേദത്തിലെ മന്ത്രങ്ങൾ ഉച്ചരിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായി സംസ്കൃത ഭാഷയുടെ ഉച്ചാരണ ശ്രുതി മാധുര്യം ആദ്യമായി അദ്ദേഹം ആസ്വദിക്കുന്നത് ഈ വിവേകാനന്ദ സ്വാമികളുടെ ഉച്ചാരണത്തിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ അനേകം പരിമിതികളുണ്ട്. ഇതിൻ്റെ പഠനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചതിൻ്റെ ഒരു ത്യാഗസന്നദ്ധത നമുക്ക് അനുമോദിക്കാമെങ്കിൽ. അത് മാത്രമല്ല, ഈ മാക്സ് മുള്ളറെ പോലുള്ള ആളുകളെ ഒരു ഓറിയന്റലിസ്റ്റ് പക്ഷപാതികളായിട്ടാണ് മാഷ് കാണുന്നത്. അങ്ങനെ ഒരു വിമർശനമാണ് ഉന്നയിക്കുന്നത്? അങ്ങനെ കാണുന്നില്ല. ഇല്ല, അങ്ങനത്തെ പക്ഷപാതം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പക്ഷപാതം ഉണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തോട് തന്നെയാണ്. അല്ല, അങ്ങ് പറഞ്ഞ ഈ വസ്തുത, യൂറോപ്യൻ സംസ്കാരത്തോട് തന്നെയാണ് അദ്ദേഹത്തിന് പക്ഷപാതം. അങ്ങ് പറഞ്ഞ ഈ വസ്തുത, അത് വസ്തുത എന്ന രീതിയിൽ വാദത്തിന് വേണ്ടി അംഗീകരിക്കുമ്പോൾ തന്നെ, വാദത്തിന് വേണ്ടിയല്ല, വസ്തുതകൾ വാദത്തിന് വേണ്ടി എല്ലാം അംഗീകരിക്കുന്നത്. പാശ്ചാത്യ ചിന്തകർക്ക് അല്ലെങ്കിൽ പാശ്ചാത്യ സാഹിത്യകാരന്മാർക്ക്, പാശ്ചാത്യ ദാർശനികർക്ക് നമ്മുടെ ഭാരതീയ ഇതിഹാസങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന ഒരു തീർപ്പ് അതിലുണ്ടോ? സാധിക്കില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ യൂറോപ്യൻ സംസ്കാരം കൊണ്ട് അവരുടെ മനോഭിത്തികളെ ഈയം പൂശിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരെന്തിനേയും ഒത്തു നോക്കുന്നത് അവരുടെ സംസ്കാരത്തോട് താരതമ്യം ചെയ്തിട്ടാണ്, മുൻവിധികളോട്. അപ്പോൾ ഈ മുൻവിധികളൊന്നുമില്ലാതെ യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ പരിമിതികൾ കൊണ്ട് ചായം പൂശാത്ത, യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ പൂപ്പൽ പിടിക്കാത്ത മനസ്സുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഈ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും വേദങ്ങളുടെയും ദാർശനികമായ അന്തസത്തയുടെ അതുല്യമായ മാഹാത്മ്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ചും വേണം. നമ്മുടെ സംസ്കാരം കൊണ്ട് പരിമിതപ്പെടുത്തിയ ആ പരിമിതിയുമായിട്ടല്ലാതെ തന്നെ വേണം നാം യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ ദാർശനികമായ പ്രമാണങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഇത് രണ്ട് സംസ്കാരത്തെയും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നതിന്, പൂർണ്ണമായിട്ട് ആഗിരണം ചെയ്യുന്നതിന്, അതിൻ്റെ പൂർണ്ണമായ മൂല്യനിർണ്ണയത്തിന് വിഘാതമായിട്ട് നിൽക്കും. ഇത് രണ്ടും പാടില്ല. അപ്പോൾ നാം പറഞ്ഞുകൊണ്ട് വന്നത് ഇതിഹാസത്തിന് നിയതമായ നിർവചനമുണ്ട്. ആ നിയതമായ നിർവചനം എന്തായിരുന്നു എന്ന് മാക്സ് മുള്ളറുടെ എല്ലാ കൃതികളിലൂടെയും പരതി നടന്നാൽ ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും അദ്ദേഹം ഈ ഒരു നിർവചനം ഇതിഹാസത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയതിനൊരു തെളിവില്ല. ഒരിടത്തും അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അതുപോലെ ബ്രഹ്മസൂത്രത്തിലെ നമ്മുടെ കോസ്മോളജിയെക്കുറിച്ച്, ഇന്ത്യൻ കോസ്മോളജിയെക്കുറിച്ച്, ബ്രഹ്മസൂത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ കോസ്മോളജിയെക്കുറിച്ച് പരിനിഷ്ഠിതമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു പ്രസ്താവങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ സാധ്യമല്ല. ഈ ഇതിഹാസത്തിൻ്റെ നിർവചനം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പല വിവാദങ്ങളും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുട്ടിക്കൃഷ്ണമാരാരുടെ മഹാഭാരതത്തെ സംബന്ധിക്കുന്ന സമ്പൂർണ്ണമായ ഒരു പഠനമുണ്ട്. നമ്മുടെ തലമുറകളെ പല കാലങ്ങളിലായി, പ്രത്യേകിച്ചും
സ്കൂളുകളിലും മറ്റ് വിദ്യാലയങ്ങളിലും കോളേജുകളിലും സർവകലാശാലകളിലുമൊക്കെ മലയാളം ഐച്ഛികമായിട്ടും മലയാളം ദ്വിതീയ ഭാഷയായി ഉപഭാഷയായിട്ടും ഒക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികളെയെല്ലാം ആകർഷിക്കുന്ന ഒരു മഹോന്നതം, അത്യുദാത്തം, അതുല്യം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൃതിയാണ് ഭാരത പര്യടനം. ഈ ഭാരത പര്യടനത്തിൽ മഹാഭാരതത്തെക്കുറിച്ച് അനേകം ചർച്ചകളും അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും അതിലെ ദർശനത്തെക്കുറിച്ചും അതിൻ്റെ കാവ്യസൗന്ദര്യത്തെക്കുറിച്ചും അതിലെ ആവിഷ്കാര പ്രകാരങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചും അതിലെ ആഖ്യാന തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ പരാമർശമുണ്ടെങ്കിലും അതിൽ ഇതിഹാസം എന്താണ് എന്ന് നിർവചിക്കുകയോ നിർവചിച്ചിട്ട് ആ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇതിഹാസത്തെ വ്യാഖ്യാനിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. ഇപ്പോൾ ആ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ഇതിഹാസത്തെ നിർവചിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി എനിക്കില്ല. പക്ഷെ അത് പറയണം. എന്താണെന്ന് വെച്ചാൽ വ്യാസൻ്റെ ഉദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിന് വിരുദ്ധമായ, അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് സ്വീകാര്യമല്ലാത്ത സ്വകീയമായ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആരോപിക്കാമെങ്കിലും അത് ആരോപിക്കുന്നതിന് മുമ്പ് വ്യാസൻ്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പരിനിഷ്ഠിതമായ, കൃത്യമായ, സുനിയതമായ ഒരു സങ്കല്പം ഉണ്ടാക്കി വെച്ച് അത് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഇതിഹാസങ്ങളുടെ നിർവചനത്തെ ലംഘിച്ചുകൊണ്ടുള്ള സ്വകീയമായ പഠനങ്ങളാവാം. അതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഇത് വേണം, ഇത് ചെയ്തിട്ടില്ല. അവിടെ ഒരു സംശയം ചോദിച്ചു. ഈ മാരാരുടെ ഭാരത പര്യടനത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞ അഭിപ്രായം, അതിനുശേഷമുണ്ടായ പി കെ ബാലകൃഷ്ണൻ്റെ ഞാൻ ഉറങ്ങട്ടെ, MDയുടെ അടുത്ത കാലത്തുണ്ടായ രണ്ടാം ഊഴം, ഇതിനൊക്കെ ബാധകമാണ്. ഇതിനൊക്കെ ബാധകമാണ്. അത് മാത്രമല്ല, എൻ്റെ ചോദ്യം അതല്ല. ഇതിപ്പോൾ ഒരു കൃതിയുടെ ലക്ഷ്യം എഴുത്തുകാരൻ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുക എന്നൊരു പരിമിതമായ താല്പര്യം മാത്രമേ വായനക്കാരനുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പരിമിതമായ സ്വാതന്ത്ര്യം മാത്രമേ വായനക്കാരനുള്ളൂ. അതാണല്ലോ പറഞ്ഞത്. അത് കണ്ടെത്തിയിട്ട് പിന്നെ വായനക്കാരൻ്റേതായ പല വായനകളും വായിക്കാം. പക്ഷെ വായനക്കാരൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിനനുസൃതമായ ഒരു വ്യാഖ്യാനം ഇതിന് കൊടുക്കാം. ആ കാലഘട്ടത്തിന് പാകമായതും സ്വീകാര്യമായതുമായ നിത്യമൂല്യമുള്ള എന്തെങ്കിലും ആ കൃതിയിലുണ്ടോ എന്ന് പരിശോധിക്കാം. ഇതൊന്നുമല്ലാതെ തന്നെ വായനക്കാരന് വെറുതെ സ്വകീയമായ മനോവൈകല്യങ്ങളെ പോലും അതിലേക്ക് ആരോപിച്ചിട്ട് അതിൽ നിന്ന് കണ്ടെത്താം. അതിനും വിരോധമില്ല. പക്ഷേ ഇത് കണ്ടെത്തണം. എന്തായിരുന്നു ഇതിഹാസകാരൻ്റെ, വ്യാസൻ്റെ പ്രത്യേകിച്ചും വ്യാസൻ ഒരു സാംസാരിക ജീവിതം നയിക്കുന്നയാളല്ല, ലൗകിക ജീവിതം നയിക്കുന്നയാളല്ല, ഭൗതിക ജീവിതം നയിക്കുന്നയാളല്ല. അന്നത്തെ എല്ലാ തരത്തിലുമുള്ള ജ്ഞാന വിജ്ഞാന പാരാവാരത്തിൻ്റെ പാരത്തിൽ ഗമിച്ചവനാണ്.